التمسك بالأثر نجاه. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഖത്റുൻ നദാ ക്ലാസ് തുടരുകയാണ്. ഇനി നമുക്ക് വായിക്കാനുള്ളത് വതഅമലു അൻ അമൽ ചെയ്യും, മുദ്മറത്തൻ മറഞ്ഞിട്ടും ചെയ്യും. എങ്ങനെ മുദ്മറത്തൻ? ഇപ്പോൾ ദാഹിറല്ല പറഞ്ഞ് നോക്കിയാൽ മുദ്മറത്തൻ മറഞ്ഞിട്ട്, എങ്ങനത്തെ ഇതുമാറൻ അത് മഫ്നൂത്തലക്ക് ജവാസൻ ജായിസായ നിലക്ക് മറഞ്ഞിട്ട് അമൽ ചെയ്യും. ഫി മൗദി ഐനി, രണ്ട് സ്ഥലത്ത്. അപ്പോൾ നമുക്ക് മനസ്സിലായി നിർബന്ധമല്ല, ജായിസേ ഉള്ളൂ. അവിടെ മുതുമറവാക്കാം ദാഹിറവാക്കാന്ന് മനസ്സിലായി. അഹദുഹ, അതിലൊന്ന് നമ്മൾ നോക്കാം. അഹദുഹ ഒന്ന്, ആ രണ്ടിൽ ഒന്നാമത്തേതാ ബാദ ഹർഫിൻ, ഒരു ഹർഫിന് ശേഷമാണ്. ആത്തിഫിൻ ആത്തിഫായ ഹർഫിന് ശേഷമാണ്. പിന്നെ മസ്ബൂക്കിൻ മുൻകടക്കപ്പെട്ടിട്ടുണ്ട്. എന്താ അതിൻ്റെ മുമ്പേ ബിസ്മിൻ ഖാലിസായ ഇസ്മ. എന്താ ഖാലിസായ ഇസ്മ എന്ന് പറഞ്ഞാൽ അതായത് മിൻ തഖ്ദീരിഹി ബിൽ ഫീലി, ഫീലിനെ കൊണ്ട് അതിനെ തഖ്ദീർ ചെയ്യുന്നത് ഖാലിസായിരിക്കും. ഫീലിനെ തൊട്ട് തഖ്ദീർ ചെയ്യുന്നത് ഖാലിസായിരിക്കും. അങ്ങനെ ഒരു ഖാലിസായ ഇസ്മ ആത്തിഫിൻ്റെ ഹർഫിൻ്റെ മുമ്പ് മുൻകടന്നിട്ടുണ്ടാവും. മനസ്സിലായോ? അങ്ങനെ നമ്മൾ ആത്തിഫ് ചെയ്യും. അങ്ങനെ ആ സന്ദർഭത്തിൽ ആ ആത്തിഫിന് ശേഷം നമുക്ക് അന്നെ മറഞ്ഞിട്ടും സാഹിറായിട്ടും പറയാൻ പറ്റും. ഉദാഹരണം നോക്കാം നമുക്ക്. നഹ്വു ഖൗലിഹി വലുബ്സു അബാഅത്തിൻ വതഖറ ഐനി അഹബ്ബു ഇലയ്യ മിൻ ലുബ്സി ശുഫൂഫി. ഇവിടെ പറഞ്ഞെന്താ? വലുബ്സു അബാഅത്തിൻ, കരിമ്പടം ധരിക്കുക എന്നുള്ളതും, വതഖറ ഐനി, എൻ്റെ കൺകുളിർമയാവലും, അഹബ്ബു ഇലയ്യ, എന്നിലേക്ക് ഏറ്റവും ഇഷ്ടം അതാണ് മിൻ ലുബ്സി ശുഫൂഫി, കട്ടിയില്ലാത്ത നേർന്ന വസ്ത്രം ധരിക്കുന്നതിനേക്കാൾ എന്നാണ്. അതായത് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എന്താ, മനസ്സമാധാനമില്ലാത്തതോടുകൂടി മനസ്സിന് വിഷമമുള്ളപ്പോൾ ഉയർന്ന വസ്ത്രം ധരിച്ചത് കൊണ്ട് ഫലമില്ലെന്നർത്ഥം. അതായത് ഭർത്താവുമായുള്ള സ്നേഹബന്ധം ഇല്ലാണ്ടായപ്പോൾ, തകർന്നപ്പോൾ ബധുക്കളിൽപ്പെട്ടൊരു സ്ത്രീ പാടിയതാണ് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ തെളിവ് എന്താണെന്ന് വെച്ചാൽ വതഖറ എന്ന് കണ്ട ആ ലുബുസുമൽ കാത്തുഫ് ചെയ്തു. ആ ലുബുസ് എന്ന ഇസ്മാകട്ടെ അത് ഖാലിസ ഇസ്മാണ്. അവിടെ ഫീല് കൊണ്ട് നമുക്ക് തഖ്ദീർ ചെയ്യാൻ കഴിയൂല. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ മേലേക്ക് മാത്തൂഫ് അലൈഹി അതാണ്. അപ്പോൾ വാ കണ്ടങ്ങൾ വ അൻ തഖറ എന്ന് അവിടെ അസ്ലി, അതാണ് തഖ്ദീറുഹു. അതിൻ്റെ തഖ്ദീർ വ ലുബ്സു ഇബാഅത്തിൻ വ അൻ തഖറ ഐനി എന്നർത്ഥം. പിടിട്ടോ? വ അൻ തഖറ ഐനി. അൻ നമുക്ക് ദാഹിറായിട്ട് രണ്ടും പറ്റും. അപ്പോൾ തഖറ ഏതായാലും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അന്നിപ്പോൾ ഫീൽ മുദാരിക്ക് നസ്ബ് കൊടുത്ത സ്ഥലമാണ് പറഞ്ഞത് എങ്ങനത്തെ ഒരു ഹർഫിന് ശേഷം. പക്ഷേ ആ ആത്തിഫിൻ്റെ ഹർഫാണ്. അതിൻ്റെ മുമ്പ് ഒരു ഖാലിസായ ഇസ്മ മുൻകടന്നിട്ടുണ്ടാവും. അതിൻ്റെ മേലേക്കാണ് മാത്തൂഫ്. പിടിക്കോ? ആ നിലക്ക് ഔ ഐ, അതായത് വ ഖുറത്തൈനി അർത്ഥം, എൻ്റെ ഖുറത്ത് കൺകുളിർമ. വകദാലിക ഖൗലുഹു തആല, അപ്രകാരം തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖൗല്. അതേതാ? വമാ കാന ലിബശരിൻ അൻ യുകല്ലിമഹുല്ലാഹു ഇല്ലാ വഹ്യാ. وما كان لبشر أن يكلمه الله إلا وحيا أو من وراء حجاب أو يرسل رسولا. أو يرسل رسولا. أو يرسل. ഇവിടെ അത്തുഫിൻ്റെ ഹർഫ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ പെടുമെന്ന് അറിയാം. അതവിടെ മനസ്സിലാക്കണം. അത്തുഫിൻ്റെ ഹർഫ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വിടുക? ഫ, വാ, സുമ്മ, ഔ എന്നുള്ളത് മനസ്സിലാക്കണം. ആത്തിഫ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വിടുക? വാ, ഫ, സുമ്മ, ഔ. അതാണ്. അപ്പോൾ ഇവിടെ ഔ വന്നത് ഔ യുർസില റസൂല ആണോ? ഫി ഖിറാത്തിൻ നസ്ബി, നസ്ബ് ചെയ്തുള്ള ഖിറാത്തിൽ ആത്തുഫൻ അല വഹ്യൻ. അവിടെ പറഞ്ഞു വഹ്യൻ എന്നുള്ളതിൻ്റെ മേലേക്ക് ആത്തുഫ് ചെയ്തിട്ടുണ്ടാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ വഹ്യനാകട്ടെ ഫീൽ കൊണ്ട് തഖ്ദീർ ചെയ്യാൻ പറ്റൂല. മനസ്സിലായോ? അപ്പോൾ എങ്ങനെ വരിക ശരിക്കും? ഔ വഹ്യൻ ഔ ഇർസാൽ എന്ന ഉദ്ദേശം. വഹ്യൻ ഔ ഇർസാൽ എന്ന വരിക. പിടിക്കോ? ഇനി നോക്കാം. വഹ്യ നമുക്ക് ഫീലും തഖ്ദീർ ചെയ്യാൻ പറ്റൂല. മനസ്സിലായില്ലേ? ഇവിടെ നമുക്ക് ഇപ്പോൾ അന്ന് ദാഹിറായിട്ടും മുൻപറായിട്ടും പറ്റൂട്ടോ. ഇനി നോക്കാം ഖാലിസ ഇസ്മല്ല എന്താ സംഭവം നോക്കാം. ഫ ഇല്ലം യകുനിൽ ഇസ്മൻ, ഇസ്മ ഖാലിസ് അല്ല എന്നൊക്കെ ഫീല് കൊണ്ട് തഖ്ദീർ ചെയ്യാൻ പറ്റും. അപ്പോൾ ലം യുൻസബുൽ ഫിഅലു അൽ മാത്തൂഫ്, മാത്തൂഫായ ഫീല് നസ്ബ് ചെയ്യപ്പെടില്ല അലൈഹി. അതിൻ്റെ മേലെ മാത്തൂഫാണ് ആ ഖാലിസ് അല്ലാത്ത ഇസ്മിൻ്റെ മേൽ. ഖാലിസ് അല്ലാത്ത ഇസ്മിൻ്റെ മേലെ മാത്തൂഫായ ഫീൽ ഉണ്ടല്ലോ, അതിനെന്ത് ചെയ്യൂല? നസ്ബ് ചെയ്യപ്പെടൂല. അതൊക്കെ ഖാലിസ് അല്ല അറിയുമ്പോൾ ഫീൽ കൊണ്ട് തഖ്ദീർ ചെയ്യാൻ പറ്റും. ഇതുപോലെയൊക്കെ കൗലിഹിം, അവിടെ കൗല് പോലെ അത്താഇറു ഫയഗ്ദിബു സൈദുൻ അസ്ബാബു. അത്താഇറു പറക്കുന്നതായൊരു പക്ഷി. അത്താഇറയുടെ സിഫത്താ അത്താഇറു, ത്വാഇർ ഇസ്മു ഫായിൽ, പറക്കുന്നതായ ഒന്ന്, ഒരു പക്ഷി. ഫയഗ്ദിബു, അത് കാരണം പറക്കുന്നതായ സാധനം. പക്ഷി എന്ന് പറയേണ്ട ദുബാബല്ലേ, ഈച്ച. അപ്പോൾ അത്താഇറു പറക്കുന്നതായ ഒന്ന്. ഫയഗ്ദിബു സൈദുൻ, സെയ്ദ് ആ കാരണത്താൽ സെയ്ദ് ദേഷ്യം വെക്കുന്നു. അത് അസ്ബാബ്, ദുബാബാകുന്നു.
ഇവിടെ അപ്പം എന്താ അത്താഇറുവിൻ്റെ മേലേക്കാണ് ഇവിടെ ആത്തിഫ്. പക്ഷെ അവിടെ ഫ വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ പറ്റുമോ ഫയഹദിബു എന്ന് പറയും, ഫയഹദിബ എന്ന് പറയില്ല. എന്തുകൊണ്ടാ? ലി എന്ന ത്വാഇറ എന്ന് പറഞ്ഞാൽ അവലും ബിൽ ഫീല് കൊണ്ട് തെവില് ചെയ്യപ്പെടും. കാരണം ലിവ് കോയി ഹി സിലത്തു അല്ലിൻ്റെ സിലയായിട്ടാണ് അത് സംഭവിച്ചത്. ലിവ് കോയി അത് സംഭവിച്ചത് സിലത്തു അല്ലിൻ്റെതാ. കാരണം ത്വാഇർ ഇസ്മു ഫായിലല്ല, സിഫത്തല്ലേ. ഇബ്നു മാലിക് പറഞ്ഞില്ലേ വസീഫത്തുൻ സരീഹത്തുൻ സീലത്തു അൽ ആണ്ടാ. അപ്പോൾ ഇസ്മുഫായിലായിട്ടാണ് പറക്കുന്നതായ ഒന്ന്. അപ്പോൾ അല്ലത് യത്തീറൂന്ന വരിക. അപ്പോൾ മനസ്സിലായി. അപ്പോൾ ഇത് തക്ദീർ എങ്ങനെ വരിക? അല്ലത് യത്തീറു പറക്കുന്നതായ ഒന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് വ്യത്യാസം. അപ്പോൾ അത് ഫീൽ കൊണ്ട് തക്ദീർ ചെയ്യും. കാരണം അത്താഇർ എന്നുള്ളത് അത് അല്ലിൻ്റെ അവിടെ മൗസൂലാണ്. കാരണം സ്വരീഹായ വസ്ഫാണ്, അത് പിടിക്കുക. അപ്പോൾ അത് പറ്റൂല ഇൻഷാ അല്ലാഹ്. അന്ന് മറയൽ ജായിസായ സന്ദർഭത്തിലെ ഒന്നാമത്തെ സന്ദർഭം നമ്മൾ മനസ്സിലാക്കി. ഇനി രണ്ടാമത്തെ സന്ദർഭമാണ് ജായിസായ നിലക്ക് അന്ന് മറഞ്ഞ് ഫിഅലുൻ മുദാരിയായ ഫീൽ നസ്ബ് ചെയ്യുന്ന രണ്ടാമത്തെ സന്ദർഭം നോക്കുക. വസ്സാനി എന്ന് പറഞ്ഞാൽ ഒരു മൗസൂഫോടെ തക്ദീർ ചെയ്യണം. വൽ മൗദിഉ അസ്സാനി എന്നർത്ഥം. രണ്ടാമത്തെ സ്ഥലം അഥവാ അന്ന് അതിൽ മറഞ്ഞ് ഫിഅൽ മുദാരിഅന് നസ്ബ് ചെയ്യൽ ജായിസായ രണ്ടാമത്തെ സ്ഥലം ബഅദൽ ലാമിൽ ജാറത്തി ജറ് ചെയ്യുന്ന ലാമിന് ശേഷമാണ്. ഈ ലാമ് വ്യത്യസ്ത രീതികളിൽ വരാം. ചിലപ്പോൾ താലീലിൻ്റെ മാനാക്ക് വരാം, കാരണത്തിന് വേണ്ടി ഇതൊക്കെ അറിയിക്കുന്നത്. അല്ലെങ്കിൽ ആഖിബത്തിന്, അതല്ലെങ്കിൽ തഅ്കീദിന് എന്നൊക്കെ ഒന്നുകൂടി വിശദീകരിച്ച് അതിനെ ഈ ഖത്തർനദൻ്റെ ഷറഹിൽ ജമാലുദ്ദീൻ അബ്ദുള്ള അൽ ഫാക്കിഹി അദ്ദേഹത്തിൻ്റെ ഖത്തർനദൻ്റെ ഷറഹായ മുജീബുൻ നിദയിൽ വിശദീകരിച്ചത് കാണാൻ പറ്റും. ഹിജ്റ 972 മരണപ്പെട്ട നഹ്വിയാണ് അദ്ദേഹം. അദ്ദേഹം ഖത്തർനദക്ക് ഷർഹ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുജീബുൻ നിദയിൽ അത് വിശദമായി പറയുന്നുണ്ട്. ജാറത്തായ ലാമ് എന്ന് പറയുമ്പോൾ ആ ജാറത്തായ ലാമ് ചിലപ്പോൾ താലീലിന് വേണ്ടിയായിരിക്കും. ഏതുപോലെ കമാഫി നഹ്വി ഖൗലിഹി തആല, ഇവിടെ ഉദാഹരണം കൊടുത്തത് അതാണ്. അള്ളാഹുവിൻ്റെ ഖൗല് പോലത്തതിലുള്ളതുപോലെ വന്നതുപോലെ കമാഫി നഹ്വി ഖൗലിഹി തആല ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന ലിയഗ്ഫിറ ലകല്ലാഹ്. അപ്പോൾ താലീൽ അർത്ഥം അതിനൊക്കെ അള്ളാഹു പുറത്തു തരാൻ വേണ്ടി ലിയഗ്ഫിറ ലകല്ലാഹ് കണ്ടാ. അതല്ല, ചിലപ്പോൾ ഈ താലീലായിരിക്കില്ല, ചിലപ്പം ആക്കിബത്തിൻ്റെ ലാമുൽ ആക്കിബത്ത് എന്ന് പറയും. അതേപോലെ തന്നെ അവിടെ മറ്റു പേരുകളൊക്കെ അവിടെ ഷർഹുകളിൽ മുജീബുൻ നിദയിൽ കാണാൻ പറ്റും. ലാമു സേറൂറ അല്ലെ ലാമുൽ മആൽ എന്നൊക്കെ അതിനെ പറയലുണ്ട്. അതിന് ഉദാഹരണം ഏതാ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ഖസസിലെ ഫൽതഖതഹു ആലു ഫിർഔന ലിയകൂന ലഹും അദുവൻ വഹസന എന്നുണ്ടല്ലോ. അപ്പോൾ മൂസാ നബിനെ അവരെടുത്തു, നദിയിൽ നിന്ന് എടുത്തു. ആര്? ആലു ഫിർഔൻ. അപ്പോൾ എടുത്തത് എന്തിനു വേണ്ടിയാ എടുത്തത്? ലിയകൂന ലഹും അദുവൻ വഹസന, അവർക്ക് ശത്രുവും ഹസന് ദുഃഖവുമാകാൻ വേണ്ടി എന്ന് പറയുമ്പോൾ അവിടെ ഈ ശരിക്ക് ഈ ആക്കിബത്തിനുള്ളതാണെന്നാ പറയുക, താലീലിന് വേണ്ടിയല്ല. കാരണം എന്താ വെച്ചാൽ ഈ ആക്കിബത്തിൻ്റെ ലാമ് എന്ന് പറയുമ്പോൾ അല്ലെ സൈറൂറത്തിൻ്റെ അല്ലെങ്കിൽ മആലിൻ്റെ ലാമുൽ മആൽ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മുജീബുൻ നിദയിൽ അദ്ദേഹം തന്നെ അവിടെ വിശദീകരിക്കുന്നുണ്ട്. വഹിയല്ലത്തി യക്കൂൻ, ഈ ആക്കിബത്തിൻ്റെ ലാ എന്ന് പറയുമ്പോൾ വഹിയല്ലത്തി യക്കൂനു മാ ബഅദഹ, ആ അപ്പോൾ ഇവിടെ വന്ന ലി യക്കൂന ലാമിന് ശേഷമുള്ളത് എന്തായിരിക്കും? നഖീദല്ലി മുഖ്തദാ മാ ഖബ്ലഹ, ആ ലാമിൻ്റെ മുമ്പുള്ളതിൻ്റെ തേട്ടത്തിനെതിരായിരിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒന്നുകൂടി അവിടെ വിശദീകരിക്കുന്നില്ല, മുജീബുൻ നിദ എടുത്ത് നോക്കി അങ്ങ് കാണാം. അതായത് ഇപ്പോൾ ഫൽതഖതഹു ആല് ഫിർഔന, അവിടെ മുജീബുൻ നിദയിൽ വിശദീകരിച്ചത് കാണാം. അപ്പോൾ ഫിർഔൻ്റെ ആല് മൂസാ നബിനെ എടുത്തത് എന്തുകൊണ്ടാണ്? എടുക്കുമ്പോൾ എന്താ അവർക്ക് നല്ല അനുകമ്പാണ്, അള്ളാഹു അവരുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ടു കൊടുത്തു. അപ്പോൾ അവർ നെയ്യത്ത് എന്താ? ഒരു നല്ല ഹൈറായ നിലക്ക് അവനെ അവർക്ക് യോജിച്ച നിലക്ക് അങ്ങനെ വളർത്തിക്കൊണ്ട് പോകാന്ന. മനസ്സിലായോ? അതാണ് നമ്മൾ പറഞ്ഞത് നഖീദല്ലി മുഖ്തദാ മാ ഖബ്ലഹ. അപ്പോൾ ലാമിൻ്റെ മുമ്പുള്ള തേട്ടപ്പത, പക്ഷേ ആ തേട്ടത്തിനെതിരായിരിക്കും ശേഷം ഒരു ഉദ്ദേശം പോലെയല്ല. മറിച്ച് എന്താ? ലിയകൂന ലഹും അദുവൻ വഹസന, മറിച്ച് അവർ എന്താവാൻ വേണ്ടിയാണ് അവർ എടുക്കുന്നത്? അവരുടെ ശത്രുവും അവർക്ക് ദുഃഖവും ശത്രുമാവാൻ വേണ്ടി. കാരണം ഫിറഔൻ്റെ ശത്രുവായി തീർന്നു. അപ്പോൾ അവരുടെ തേട്ടം മുഖത്തത, ഈ ലാമിൻ്റെ മുമ്പുള്ള മുഖത്തത തേട്ടം എന്ന് പറഞ്ഞാൽ ഓല് ഇഷ്ടം കൊണ്ട് അവർ വിചാരിച്ച നിലക്കാണ് അവർ അതിനെടുത്ത് വളർത്താൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവരുദ്ദേശിച്ചതിൻ്റെ തേട്ടത്തിന് നഖീദു നേരെ എതിരായിരിക്കും, അവരുടെ ഉദ്ദേശത്തിൻ്റെ എതിരായിരിക്കും ശേഷമുള്ളത്. അതാണ് ലിയകൂന ലഹും അദുവൻ വഹസന, അത് അവർ ഉദ്ദേശിച്ചതല്ലാലോ. അപ്പോൾ അവരുടെ ഉദ്ദേശത്തിൻ്റെ എതിരാണത്. അപ്പോൾ അതുകൊണ്ടാണ് ആക്കിബത്തിൻ്റെ ലാമ്, സൈറൂറത്തിൻ്റെ ലാമ്, ലാമുൽ മആൽ എന്നൊക്കെ പറയുന്നത്. അത് മുജീബുൻ നിദ ഷർഹ്
എടുത്തു നോക്കിയാൽ അവിടെ അങ്ങ് കാണാൻ പറ്റും. അപ്പോൾ ഈ ലാമ് ഈ ജാറത്തിൻ്റെ ലാമായിക്കോട്ടെ, ഈ പറഞ്ഞ ലാമായിക്കോട്ടെ, അതല്ല പിന്നെയും കാണാം തൗക്കീദിൻ്റെ ലാമായിക്കോട്ടെ. ഉദാഹരണം മുത്തദ്ദിയായ ഫീലിന് ശേഷം ഡയറക്റ്റ് വിട്ടെടുക്കുന്ന മുത്തദ്ദിയായ ഫീലിന് ശേഷം ലാമ് കൊടുക്കുക വീണ്ടും. അൻആമിൽ ഉമിർനാ ലിനുസ്ലിമ ലിറബ്ബിൽ ആലമീൻ കണ്ടോ. അപ്പോൾ അമർ ഡയറക്റ്റ് വിട്ടെടുക്കുന്ന ഫീലാണ്, ലാമിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ലാമോടെ കേവലം കേവലം തൗക്കീദ. അപ്പോൾ ഈ തൗക്കീദിൻ്റെ ലാമായാലും ശരി, നമ്മൾ പറഞ്ഞ ആഖിബത്ത് സൈറൂറ ലാമുൽ മആൽ, അല്ലെങ്കിൽ സാധാ നമ്മൾ പറയുന്ന താലീലിൻ്റെതായാലും ശരി, ഇത് ഏതായാലും ശരി, ഇതിനൊക്കെ ശേഷം നമുക്ക് എന്താണ് അന്യമറിയൽ നിർബന്ധമല്ല, ജായിസേ ഉള്ളൂ. അതാണ് ഫലൗ അസ്ഹർത അൻ, നീ അന്നിനവിടെ വെളിവാക്കിയാൽ ഫി ഹാദൈനിൽ മൗദിഅൈനി, ഈ രണ്ട് സ്ഥലങ്ങളിലും. ഈ രണ്ട് സ്ഥലമാണ് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആതിഫിൻ്റെമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ ഇത് പറഞ്ഞല്ലോ, ആതിഫ് മുൻകടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ആ ഈ രണ്ട് സ്ഥലത്താണ്. അതാണ് ഫി ഹാദൈനിൽ മൗദീനി പറഞ്ഞപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞത്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഈ രണ്ട് സ്ഥലങ്ങളിലും നീ അന്നിനെ വെളിവാക്കിയാൽ ലജാസ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫായിൽ അവിടെ തഖ്ദീർ ചെയ്യണം. ലജാസ ദാലിക്കൽ ഇസ്ഹാറു, ആ ഇസ്ഹാറു ചെയ്യൽ അനുവദനീയമാകുന്ന. ഇനി നമുക്ക് അന്ന് മറിയൽ വാജിബായ സന്ദർഭം നോക്കുക. വാജിബായിരിക്കും മറിയൽ, മറിയലല്ല, വെളിവാക്കൽ വാജിബായ സന്ദർഭം. വെളിവാക്കൽ വാജിബായ സന്ദർഭത്തെക്കുറിച്ചാണ് പറയുന്നത്. നോക്കാം. ഇല്ലാ ഇദാ കാനൽ ഫിഅലു ബഅദഹ, ഇല്ലാ ഇദാ കാനൽ ഫിഅലു. ഇപ്പോൾ രണ്ടും ജായിസാന്ന് പറഞ്ഞില്ലേ, എന്നാൽ ഇനി പറയാൻ പോകുന്നതാണ് വെളിവാക്കൽ നിർബന്ധ. ഇല്ലാ ഇദാ കാനൽ ഫിഅലു ബഅദഹ എന്ന് പറഞ്ഞാൽ ബഅദൽ ലാമിൽ ജാറ, ഈ ജാറത്തായ ലാമിന് ശേഷമുള്ള ഫിഅൽ ആകുമ്പോൾ ഒഴികെ എന്താവുക, മഖറൂനം ബിലാ, ലാനോട് ചേർന്ന് വരുമ്പോൾ ഒഴികെ. ആ ലാം എന്തായിക്കോട്ടെ, ഇതായതായിക്കോട്ടെ, കുഴപ്പമില്ല. അതാണ് ഷാരിഹ് പറയുന്നത്, സവാഉൻ കാനത്ത് സായിദതൻ, ലാമ് സായിദായാലും ശരി, കമാ ഫി നഹ്വി ഖൗലിഹി തആല, അല്ലാഹുവിൻ്റെ ഖൗലിലുള്ളതുപോലെ, ലി അല്ലാ യഅലമ അഹ്ലുൽ കിതാബ്. അപ്പോൾ ലി അല്ലാ യഅലമ എന്ന് പറഞ്ഞാൽ അറിയാതിരിക്കാൻ വേണ്ടി എന്നല്ല, അറിയാൻ വേണ്ടി എന്നാണ്. അപ്പോൾ ലാം അവിടെ എന്താണ്, സായിദാണ്, തൗക്കീദാണ്, മാനയെ തൗക്കീദ് ചെയ്യും. ശറഹുകൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ലിയാലമ അഹ്ലുൽ കിതാബി എന്നതിൻ്റെ അർത്ഥം ലിയാലമ. അപ്പോൾ ലാം അവിടെ തൗക്കീദിനെ ഫായിദ ചെയ്യിപ്പിക്കുന്ന സായിദായലാണ്. അപ്പോൾ ആ ലാ ആയാലും ശരി, ഔനാഫിയത്തൻ അല്ലെ നഫീൻ്റെ ലാമായാലും ശരി, ലി അല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജ, നിസായിലായത്താണല്ലോ, അവിടെ നഫീൻ്റെ മാന തന്നെയാണ്, അത് സായിദല്ല. അപ്പോൾ എന്ത് ചെയ്യും, ഫതുസ്ഹറു അൻ വുജൂബ, അപ്പോൾ അന്നൻ നിർബന്ധമായി വെളിവാക്കപ്പെടും. ലാ ഗൈറു, അത് മാത്രമേ അവിടെ പറ്റൂ. ലാ ഗൈർ എന്ന് പറഞ്ഞാൽ അത് മാത്രമേ പറ്റൂ. അതായത് ഇദ്മാർ പറ്റൂല എന്നർത്ഥം. മറക്കൽ പറ്റൂല, വാജിബാക്കൽ, പ്രകടമാക്കൽ. ഫതുസ്ഹറു അൻ, അന്നിനെ പ്രകടമാക്കപ്പെടും, വുജൂബായ നിലയിൽ ലാ ഗൈർ, അത്രമാത്രം. കാരണം ഇദ്മാർ മറക്കാൻ അവിടെ പറ്റൂല. എന്താ കാരണം എന്നറിയങ്ങൾ, ലി അല്ലാ യജ്തമിഅ ലാമാനീന, രണ്ട് ലാമ് ഒരുമിച്ച് കൂടാതിരിക്കാൻ വേണ്ടിയാ. അതാകെ ഒരു കലാമിലൊരു സുഖം കിട്ടൂല, ലില്ലാന്നായി പോവും. അപ്പോൾ ശരി, അപ്പോൾ അവിടെ വെളിവാകുമെന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ ലി അൻ ലാ എന്നാണ് രണ്ടിടത്തും, ലി അൻ ലാ. അപ്പോൾ എന്താ സംഭവിച്ചത്, സുക്കൂളെന്ന് വെച്ചാൽ ലാം വന്നാൽ ഇദ്ഗാം ബിലാ ഗുന്നല്ലേ, കൂട്ടിലേപ്പിച്ചതാണ് ലി അല്ലാന്ന് ഇത്. അപ്പോൾ അവിടെ വെളിവാക്കിയിട്ടുണ്ട് ലി അല്ല. അത് മറക്കായിരുന്നെങ്കിൽ ലില്ല എന്നറിയേണ്ടിയിരുന്നു. അപ്പോൾ ആ രണ്ട് ലാം ഒരുമിച്ച് കൂടുന്നത് കലാമിലൊരു സുഖമുള്ള പരിപാടിയല്ല. ഇനി മറയൽ വാജിബായ സന്ദർഭങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നോക്കുക. ഇല്ല അപ്പോൾ പറഞ്ഞല്ലോ, ഫീല് രണ്ടും ജായിസാന്ന സന്ദർഭത്തിൽ നിന്ന് ഇങ്ങനെ ഒഴിവാക്കി വരിക. ഇത് ഇവിടെ ലാമ് വന്നാൽ അത് നഫി ആയിക്കോട്ടെ, തൂക്കീതുണ്ടായിക്കോട്ടെ, ഇതായ തൂക്കീതായിക്കോട്ടെ, അവിടെ വെളിവാക്കൽ വാജിബാണ്. അതേപോലെ തന്നെ ഇനി മറക്കൽ വാജിബായത് പറയാം. ഇല്ലാ ഇദാ കാനൽ ഫിഅലു, ഈ ജാറത്തായ ലാം, ഇദാ കാനൽ ഫീലു എന്ന് പറഞ്ഞാൽ നമ്മുടെ സിഫത്ത് വെച്ച് കൊടുക്കുക. അൽ ഫീലുൽ മഖറൂനു ബില്ലാമിൽ ജാറത്തി എന്ന് വെച്ച് കൊടുക്കുക. ഈ ജാറത്തായ ലാമിനോട് കൂടിച്ചേർന്ന് വന്ന ഫിഅൽ ആകുമ്പോഴൊഴികെ എന്താവുക, മസ്ബൂക്കം ബി കൗനിൻ മൻഫിയൻ. അത് കൗനാണ് നാക്കിസായ കാനാണ്. അപ്പോൾ ഒരു മൻഫിയായ മാക്കാന, മൻഫിയായ കാന കൊണ്ട് മുൻകടക്കപ്പെടുമ്പോൾ മുൻകടക്കപ്പെടുമ്പോൾ ഒഴികെ. ഇല്ല ഇതാ കാനൽ ഫീൽ എന്ന് പറഞ്ഞാൽ തൊട്ടുമ്പോൾ പറഞ്ഞ ജാറത്തായ ലാമ്, ആ ലാമുള്ള ഒരു ഫീല് മസ്ബൂക്കം ബി കൗനിൻ മൻഫിയൻ, മൻഫിയായ കൗന് കൊണ്ട് മുൻകടക്കപ്പെടുമ്പോഴും ഒഴികെ മാക്കാന വരിക. മംഫിയ എന്ന് പറയുമ്പോൾ ഈ മംഫി ഒന്നുകിൽ മാക്കാന മാ കൊണ്ടാവാം, അല്ലെങ്കിൽ ലമ്മ് കൊണ്ടാവാം. ലം യക്കുൻ, ഒന്നും കുഴപ്പമില്ല.
ഇപ്പം എങ്ങനത്തെ കൗനിൻ മംഫിയിൻ മാദിൻ. അപ്പോൾ ഈ മംഫിയായ കൗന് എന്ന് പറയുമ്പോൾ കാന എന്ന് പറയുമ്പോൾ മാദിൻ മാദിയായ മംഫിയായ കാന മുൻകടക്കപ്പെടുമ്പോൾ ഒഴികെ. ഈ മാദിയായ മംഫിയായ കാന എന്ന് പറയുമ്പോൾ ലഫ്സൻ എന്ന ശാരിയാണ് കൊടുത്തില്ല, മാനെന്നും കൊടുക്കാം. മാന കൊണ്ടും ലഫ്സ് കൊണ്ടും മാന കൊണ്ടും അതേപോലെ ലഫ്ദ് കൊണ്ടും മാദിയായിരിക്കും. അതാണ് മാദിൻ ലഫ്ദൻ, ലഫ്ദ് കൊണ്ട് മാദി എന്ന് പറഞ്ഞല്ലോ. ചിലപ്പോൾ മാന കൊണ്ടാവും ലമ്മ് വരുമ്പോൾ മുദാരിയായിരിക്കും. അപ്പോൾ ലഫ്ദ് കൊണ്ട് പറ്റൂല, ലഫ്ദ് കൊണ്ടല്ല മാന കൊണ്ടല്ലേ. അപ്പോൾ മാദിൻ, അപ്പോൾ മാദിയായ മംഫിയായ ആ കാന മുൻകടക്കപ്പെടുമ്പോൾ ഒഴികെ. അപ്പോൾ മാദി ലഫ്ദൻ, ലഫ്ദാന്നെ ശരിയായി കൊടുത്തുള്ളൂ. നമുക്ക് ലഫ്ദൻ വാ മാനെന്ന് കൊടുക്കാം. മാനയിലും ലഫ്ദിലും രണ്ട് നിൽക്കും നോക്കാം. കമാഫി നഹവി ഖൗലിഹി, അള്ളാഹുവിൻ്റെ കൗലുള്ളതുപോലെ വമാ കാന അല്ലാഹു ലിയുഅസ്സിബഹും. അപ്പം മമാ കാന മാദിയാണ്, ലഫ്ദ് കൊണ്ട് മാദിയാണ്. അഥവാ ലഫ്ദ് കൊണ്ട് പദപരമായും മാദി മംഫിയാണ്, അതേപോലെ തന്നെ മാന കൊണ്ടും മാദി മംഫിയാണ്. ഇനി ചിലപ്പോൾ ഔ മാനൻ, അല്ലെങ്കിൽ അർത്ഥത്തിൽ മാത്രമായിരിക്കും മാദി മംഫി, ലഫ്ദിൽ ഉണ്ടാവില്ല, അർത്ഥത്തിൽ മാത്രം. അതാണ് മാദി എന്ന് പറഞ്ഞപ്പോഴേ നഹ്വ് ഏതുപോലെ നഹ്വു ലം യകുനില്ലാഹു ലിയഗ്ഫിറ ലഹും. അവിടെ അപ്പോൾ മാദിയാണ്, ലഫ്ദുൽ മാദിയാണോ അല്ല, മുദാരിയാണ്. അപ്പോൾ മാന കൊണ്ട് എന്താണ് മാദി മംഫിയാണ്. അതാണ് പറഞ്ഞത്. അതാ പറഞ്ഞ ഇല്ല ഇതാക്കാനൽ ഫീലു, ഈ ലാമ് ഫീൽ എന്ന് പറഞ്ഞാൽ ലാമ് ചേർന്ന് വന്നിട്ടുള്ളതായ ഫീലാകുമ്പോഴൊഴികെ മസ്ബൂക്കം ബി കൗനിൻ മംഫിയിൻ, നഫിയാക്കപ്പെട്ട മംഫിയായ കൗന് കൊണ്ട്, അതന്നെ മാദിയായ നഫിയാക്കപ്പെട്ട കൗന്. മാദി എന്ന് പറയും ലഫ്ദൻ, ലഫ്ദ് കൊണ്ട് മാദി മംഫി ഉണ്ടാകും, മാന കൊണ്ടുണ്ടാകും. അതല്ലെങ്കിൽ ഔ മാനൽ മാത്രം ലഫ്ദിൽ മുദാരിയായിരിക്കും. അതവല്ലം യകുനില്ലാഹു ലിയഗ്ഫിറ ലഹും എന്ന് പറഞ്ഞാൽ. അപ്പോൾ വത്തുസമ്മ ഹാദിഹി ലാമു, ഈ ലാമിനെ പേര് വിളിക്കപ്പെടും ലാമൽ ജുഹൂദി എന്ന് പേര് വിളിക്കപ്പെടുമെന്നാണ്. അപ്പോൾ ഫത്തുദ്മറു അൻഹുന വുജൂബൻ ലാ ഗൈർ, ഇവിടെ അന്ന് വെളിവാകൽ അല്ല, ഫത്തുദ്മറു അൻ ഇവിടെ അന്ന മറക്കപ്പെടൽ, തുനാ വുജൂബൻ ലാ ഗൈർ നിർബന്ധമാണ്, അത് മാത്രമേ പറ്റൂ. ലാ ഗൈറന ഫലാ യജൂസു ഇസ്ഹാറുഹ, അതിനെ വെളിവാക്കാൻ പറ്റൂല എന്നാണ്. ഈ ലാമുൽ ജുഹൂദ് എന്ന് പറഞ്ഞാലേ അതിനെക്കുറിച്ചും നമ്മൾ മുജീബുൻ നിദ മറ്റ് ഷറഹുകളിലൊക്കെ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് കാണാൻ പറ്റും. ഈ ലാമിൻ്റെ അസല് ശരിക്ക്, ഈ ലാമുൽ ജുഹൂദിൻ്റെ അസല് ശരിക്ക് അതിനെക്കുറിച്ച് ഷറഹുകളിൽ പറയൽ അതെന്താണ്, ലാമുൽ ജുഹൂദി അസ്ലൻ ലാമുൻ സായിദത്തുൻ തുഫീദു തൗക്കീദ എന്നാ. തൗക്കീദിനെ ഫായിദ ചെയ്യിപ്പിക്കുന്ന സായിദായ ഒരു ലാമാണ് ശരിക്കത്. അപ്പോൾ പിന്നെന്താ സംഭവിച്ചു, വലി കൗനിഹ തഖൗ ഫി സിയാഖിൻ നഫി, നഫീൻ്റെ സന്ദർഭത്തിൽ അഥവാ മമാക്കാന എന്ന നഫീൻ്റെ സന്ദർഭത്തിൽ ലാമു വന്നപ്പോൾ ഫഇന്നഹ തുഅക്കിദുഹു, ആ നഫീനെ ഒന്നെന്ത് ചെയ്യും, തൗക്കീദ് ചെയ്യും. അതാണ് ലാമുൽ ജുഹൂദ്. ഇതിൻ്റെ പേരുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആവശ്യമുള്ള ആളുകൾക്ക് ഷറഹ് നോക്കിയാൽ എടുത്തു നോക്കാം. നമ്മൾ ഇവിടെ എല്ലാം കൂടി പറയുന്നില്ല. അപ്പോൾ എന്താണ്, ഒരു നഫീനെ ഒന്നുകൂടി ഒരു ശക്തി പകരലായിട്ടുണ്ടാവും. ഈ നഫീൻ്റെ മഖാമിൽ സായിദായ ലാമ് വന്നപ്പോൾ അപ്പോൾ എന്ത് ചെയ്തു, ആ നഫീനെ ഒന്നുകൂടി എന്ത് ചെയ്യത് ശക്തിപ്പെടുത്തും എന്നൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇതിന് ശേഷം വന്ന ഫീലിൻ്റെ വിഷയത്തിൽ, ഇതിൻ്റെ ശേഷമല്ലേ ഫീലിൻ്റെ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണാം. ഇപ്പോൾ കൂഫക്കാര അഭിപ്രായം ഈ ലാമ് തന്നെ, നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ, ഈ ലാമ് തന്നെയാണ് കൂഫക്കാര അഭിപ്രായം, ഈ ലാമ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അമല് ചെയ്യുന്നത് എന്നാണ്. അതായത് ഈ ലാമ് തന്നെയാണ് നെസ്ബ് കൊടുക്കുന്നത്, അന്നല്ല എന്ന അഭിപ്രായക്കാരാണ് കൂഫക്കാർ. പക്ഷെ ബസറക്കാരുടെ അഭിപ്രായം എന്താണ്, അന്യ പറഞ്ഞിട്ടാന്നാണ്. അപ്പോൾ എങ്ങനെ വെക്കുക കാര്യങ്ങൾ, കൂഫക്കാർ ഇറാബ് പറയുമ്പോൾ ഒമാ കാനല്ലാഹു, കാനൻ്റെ ഇസ്മും ലിയുഅസ്സിബഹും എന്നുള്ളത് കൂഫക്കാർ പറയും ലിയുഅസ്സിബ, അത് കാനൻ്റെ ഖബറാണ്, ലാമ് തൗക്കീദിന് വേണ്ടിയാണ് എന്നാ കൂഫക്കാർ പറയുക. ഇതൊക്കെ മുജീബുൻ നിദയിലും മറ്റു ഷറഹിലൊക്കെ കാണൂട്ടാ. അപ്പോൾ അവിടെ അവർ പറയുന്നത് ഈ കാനൻ്റെ ഖബറാണ് ലിയുഅസ്സിബഹു എന്നുള്ളത്, ലാമ് തന്നെയാണ് അതിന് നസ്ബ് കൊടുക്കുന്നത്, ലാമ് തൗക്കീദിന് വേണ്ടിയാണ്, അഥവാ സായിദായതാണ് തൗക്കീദ്, ഒരു ശക്തി പകരുന്നുണ്ടാകും. ഇതേ റൂട്ടിലാണ് ഇബ്നു മാലിക്കും തസ്ഹീൽ സഞ്ചരിച്ചിട്ടുള്ളത്. ഇബ്നു മാലിക് തസ്ഹീൽ പറഞ്ഞത്. പക്ഷേ ഇബ്നു മാലിക്കിൻ്റെ അഭിപ്രായം എന്താണ്, ഇബ്നു മാലിക് ആ ലാമല്ല എന്ത് ചെയ്യുന്നത് നസ്ബ് കൊടുക്കുന്നത്, മറിച്ച് ബസറക്കാരെ ഫോളോ ചെയ്തിട്ട് അന്യം അറിഞ്ഞിട്ടാണ് നസ്ബ് ചെയ്യുന്ന അഭിപ്രായമാണ് ആർക്കുള്ള, ഇബ്നു മാലിക്കിനുള്ളത്. അത് ഖബറാണ് എന്ന വിഷയത്തിൽ കൂഫക്കാരോട് ഇബ്നു മാലിക് എന്ത് ചെയ്യുന്നുണ്ട്, യോജിക്കുന്നുണ്ട് എന്ന് മാത്രം. എന്നാ ബസറക്കാർ പറഞ്ഞതോ, ബസറക്കാർ പറഞ്ഞത് ഇത് ഖബർ മഹദൂഫാണ്,
അപ്പോൾ ലാമിന് ശേഷം അന്ന് മസ്തരിയാണല്ലോ നെസ്ബ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മസ്തർ തെവീൽ ചെയ്യണമല്ലോ. അപ്പോൾ തെവീൽ ചെയ്യുമ്പോൾ ലാമിൻ്റെ മജറൂറാണല്ലോ. അപ്പോൾ ഈ മജറൂറിൻ്റെ മുത്തഅല്ലഖ്, അത് അതിൻ്റെ മാനയെ പൂർത്തീകരിക്കുന്ന ഒരു മുത്തഅല്ലഖ് ഉണ്ടാവും. അതാണ് ഖബർ എന്നാണ് ആര് പറയുന്നത്? ബസറക്കാർ പറയുന്നത്. അപ്പോൾ ഈ വമാ കാന അല്ലാഹു ലിയുഅസിബഹും എന്നുള്ളത് ബസറക്കാരെ അഭിപ്രായം വെച്ചിട്ട് ഖബർ എങ്ങനെ വരാം? വമാ കാന അല്ലാഹു മുരീദൻ എന്നൊരു ഖബർ തഖ്ദീർ ചെയ്യും. എന്നിട്ട് എൻ്റെ മുത്തഅല്ലിഖ് ലിതഅസീബിഹി, നമ്മൾ ലിയുഅസിബഹും എന്നുള്ള മസ്തർ വവ്വൽ തഅ്വീൽ ചെയ്യുക. വമാ കാന അല്ലാഹു മുരീദൻ ലിയുഅസിബഹും, അവരെ ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നവനല്ല എന്നാണ് ബസറക്കാരെന്ത് ചെയ്യുക? തഖ്ദീർ ചെയ്യുക. അപ്പോൾ അത് ഓരോന്നും അതിൻ്റെ സന്ദർഭത്തിനനുസരിച്ച് മാനക്കനുസരിച്ചാണ് തഖ്ദീർ വരിക. ഇവിടെ ഇപ്പം മുരീദൻ എന്ന് തഖ്ദീർ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ അഭിപ്രായങ്ങൾ അവിടെ കാണാൻ പറ്റും. പിന്നെ കൂഫക്കാർ ഇത്രത്തോളം പറഞ്ഞത് കാണാം. ഒരു പറഞ്ഞല്ലോ രാമനാണ് നെസ്ബ ചെയ്യുന്നത് എന്ന്. അപ്പോൾ അവർ പറഞ്ഞു വേണമെങ്കിൽ അവിടെ ലീക്ക് ശേഷം അന്യനെ വെളിവാക്കൽ അനുവദനീയാന്നാ. പക്ഷേ എന്തിനാ നെസ്ബ ചെയ്യാനല്ല, കേവലം തൗക്കീദിന് വേണ്ടി, ശക്തി പകരാൻ വേണ്ടി ലി അൻ എന്ന് പറയാം. അതൊരു ശക്തി പകരൽ തൗക്കീദിന് വേണ്ടി അവിടെ വരൂ, അല്ലാതെ നെസ്ബ ചെയ്യാനല്ല എന്നൊക്കെ കൂഫക്കാർ പറഞ്ഞത് കാണാൻ പറ്റും. ഇനി അപ്പോൾ ഇവിടെ മറയൽ വാജിബാണല്ലോ. ഏതുപോലെയൊക്കെ അടുത്ത സന്ദർഭം ഹത്തിനെ കുറിച്ച് ഇതുമാരിഹ, ഈ അന്ന് ഹ എന്ന് പറഞ്ഞാൽ ഈ കമാ യജിബ് ഇതുമാറുഹ, ഹ എന്ന് പറഞ്ഞാൽ അന്ന്, ആ അന്ന് മറയൽ വാജിബാകുന്നത് പോലെ ഫി മവാദി അർബഅത്തി, 4 സ്ഥലങ്ങളിൽ മറയൽ വാജിബാകുന്നത് പോലെ ഇവിടെ ലാമുൽ ജുഹൂദിന് ശേഷവും മറയൽ വാജിബാണ്. അതിൽ അഹദുഹ, ഒന്നാമത്തെ സന്ദർഭം ബഅദ ഹത്തൽ ജാറത്തി, ജർറ് ചെയ്യുന്ന ഹത്തക്ക് ശേഷമാണ്. അപ്പോൾ ഇസ്മിനെ ജർറ് ചെയ്യുന്ന ഹത്താണ്. അത് വ്യത്യസ്ത മാനകൾക്കൊക്കെ വരും എന്നൊക്കെ നമ്മൾ നഹ്വിൽ പഠിക്കുന്നുണ്ട്. ഈ ഹത്ത ഇലാൻ്റെ മാനാക്ക്, അതേപോലെ കയ്യിൻ്റെ മാനാക്ക് ഒക്കെ വരുമെന്ന് അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. പിന്നെ ഈ ഹത്ത അമല് ചെയ്യും, നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഹത്ത ഇസ്മിൽ അമല് ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇസ്മിൽ അമല് ചെയ്യുന്ന ഒരാൾ പിന്നെ ഫീലിൽ എന്തെങ്കിലും അമല് ചെയ്യില്ല എന്നുള്ള അഭിപ്രായക്കാരാണ് ബസറക്കാരൊക്കെ. അപ്പോൾ ഇസ്മിലും ഫീലിലും രണ്ടിലും കൂടി അമല് ചെയ്യുന്ന ആളുണ്ടാവില്ല ബസറക്കാരുടെ അഭിപ്രായത്തിൽ. എന്നാൽ ഫറാ ഇമാമിൻ്റെ അടുക്കലും കിസായിൻ്റെ അടുക്കലും കൂഫക്കാരുടെ അടുക്കലും കുഴപ്പമില്ല. അപ്പോൾ ഹത്ത് എന്ത് ചെയ്യും? അവരെ അഭിപ്രായം വെച്ചിട്ട് ഇവിടെ ഹത്ത തന്നെയാണ് നെസ്ബ് ചെയ്യാന്ന് അറിയുന്നുണ്ടല്ലോ. ഹത്ത് തന്നെ ഡയറക്റ്റാണ് നെസ്ബ് ചെയ്യുന്ന അറിയുന്ന കൂഫക്കാർ, അവരടുക്കൽ എന്തുണ്ടാവും? ഇത് ഹത്ത. ഫീലിലും അമല് ചെയ്യുന്ന അവസ്ഥ വരും, അതേപോലെ തന്നെ ഇവിടെ ഡയറക്റ്റ് നെസ്ബ് കൊടുക്കുമ്പോൾ ഫീലിലും അമല് ചെയ്യുന്ന അവസ്ഥ വരും, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇസ്മിലും അമല് ചെയ്യുന്ന അവസ്ഥ വരും. അപ്പം അങ്ങനെ ഹത്ത് അമല് ചെയ്യുമ്പോൾ ഈ ഹത്തക്ക് തുല്യനായ അറബി കലാമിൽ അഥവാ ഇസ്മിലും ഫീലിലും അമല് ചെയ്യുന്ന ആളായിട്ട് മറ്റാരും ഉണ്ടാവൂല എന്നാ. അതാണ് ഇവിടെ ശാരിഹ് പറയുന്നത്. നോക്കുക. അപ്പോൾ ഏതായാലും വായിച്ചു നോക്കാം. നമ്മൾ അഹദുഹ, ഒന്നാമത്തെ സന്ദർഭം ബഅദ ഹത്തക്ക് ശേഷമാണ്. ഹത്തൽ ജാറത്തി, ജാറത്തായ ഹത്തക്ക് ശേഷം. കാരണം അന്ന ഹത്ത എന്നുള്ളത് ഖദ് അമിലത്ത് ഫിൽ അസ്മാഇൽ ജറ, ഇസ്മിൽ അതെന്ത് ചെയ്യും? ജറിന് അമല് ചെയ്യും. എന്നിട്ട് ഷാരിഹ് പറയാണ്, ഞാൻ പറഞ്ഞല്ലോ ഫലൗ അമിലത്ത് ഫിൽ അഫ്ആലിൻ നസ്ബ. ഇനി ഈ പറഞ്ഞ മാതിരി കൂഫക്കാർ അല്ലെങ്കിൽ കിസായി ഫറായിമിൻ്റെ അഭിപ്രായം വെച്ച് നോക്കുമ്പോൾ ഫലോ അമിലത്ത് ഫിൽ അഫ്ആലിൻ നസ്ബ, ഫീലിൽ നസ്ബ ചെയ്യുന്ന മൂപ്പരൻ ഈ ഹത്ത തന്നെയാണ്, അന്നല്ല എന്ന് വെക്കുമ്പോൾ എന്താ സംഭവിക്കാല്ല? ലസിമ അയ്യക്കൂന. ഈ അയ്യക്കൂന എന്ന ചില നുസ്ഖയിൽ അവിടെ അൻ തക്കൂന എന്ന് പറയലായിരുന്നു. തോനീസാക്കലായി തോനീസ് അല്ല നല്ലതെന്ന് ചിലവർ പറഞ്ഞു കാണാം. ഏതായാലും പോട്ടെ. ലസിമ അയ്യക്കൂന. അപ്പോൾ എന്താകും? നമ്മൾ നെസ്ബ് ഫീലിലും നെസ്ബ് എടുക്കുമെന്ന് പറയുമ്പോൾ ലസിമ അനിവാര്യമാം അയ്യക്കൂന ആമിലൻ. എന്താകൂ? അയ്യക്കൂന എന്നാണ് അവിടെ ഹത്ത ഉദ്ദേശിക്കുന്നത്. ഈ ഹത്ത ആമിലാകും. താറത്തൻ ഫിൽ അസ്മായി, ചില സമയത്ത് ഇസ്മുകളിലും ആമിലാകും. വതാറത്തൻ ഫിൽ അഫ്ആലി, ചിലപ്പോൾ എന്താകും? അഫ്ആലും ദയും അപ്പോൾ പറഞ്ഞ മാതിരി അമല് ചെയ്യുന്ന ആളുകളാകും. അപ്പം അങ്ങനെ ആകുമ്പോൾ വലാ നസീറ ലഹു ഫിൽ അറബിയ്യ, അവിടെ ഒരു മുബ്തദ ക്ലിയർ കൊടുക്കും. വഹാദ, ഈ പരിപാടി അഥവാ ചിലപ്പോൾ ഇസ്മിലും അമല് ചെയ്യുക ഫീലിലും അമല് ചെയ്യുക എന്ന് പറയുന്ന ഈ പരിപാടി അങ്ങനെ ആകുമ്പോൾ ലാ നസീറ, തുല്യനുണ്ടാവുകയില്ല. ലഹു എന്ന് പറഞ്ഞാലും ഇവിടെ ഹത്തയിലേക്കാണ്. ഈ ഹത്തക്ക് തുല്യനുണ്ടാവില്ല ഫിൽ അറബി കലാമിൽ. കാരണം അങ്ങനെ അമല് ചെയ്യുന്ന ആൾ വേറെ അല്ല എന്നർത്ഥം. തുല്യനുണ്ടാകൂല. കൂഫക്കാരെ വെച്ച് നോക്കുമ്പോഴേ വരും. ബസറക്കാരാകുമ്പോൾ ഹത്ത ഫീൽ അമല് ചെയ്യൂല അന്ന. അങ്ങനെ ഹത്തക്ക് ശേഷം നസ്ബ് ചെയ്യുന്നതിൻ്റെ ഷർത്തുകളാണ്, നിബന്ധനകളാണ്. നോക്കുക. ഈ ഹത്തക്ക് ശേഷം നസ്ബ് ചെയ്യണമെങ്കിലുള്ള നിബന്ധന നോക്കിക്കോളിയേ. ലാക്കിൻ പക്ഷേ ഇന്നമാ തുദ്മറു അൻ ബഅദഹ, പക്ഷേ ഇന്നമാ തുദ്മറു അന്ന് മറക്കപ്പെടുക ബഅദ ഹത്തക്ക് ശേഷം എപ്പോഴാണ്? ഇൻകാനൽ മുദാരി ബഅദഹ, അതിന് ശേഷമുള്ള മുദാരി ആകുമ്പോഴാണ്. മുസ്തഖ്ബിലാകുമ്പോഴാണ്.
എങ്ങനെ ഭാവിയാവണം? ബിന്നവ്രീലാമാ കബുലഹ, കബുലഹ എന്ന് പറഞ്ഞാൽ കബുല ഹത്ത, ആ ഹത്തക്ക് മുമ്പുള്ളതിലേക്ക് വെച്ച് നോക്കുമ്പോൾ ശേഷമുള്ളത് ഇസ്തിഖ്ബാലായിരിക്കണം. സവാഉൻ കാന മുസ്തഖ്ബിലൻ ബിന്നിസ്ബത്തി ഇലാ സമനി തകല്ലുമി ഔല, സവാഉൻ കാന മുസ്തഖ്ബിലൻ ബിന്നിസ്ബത്തി എന്നാൽ ഇലാ സമനി തകല്ലുമി സംസാരിക്കുന്ന ഈ സംഭവം സംസാരിക്കുന്ന കാലത്തിലേക്ക് വെച്ച് നോക്കുമ്പോൾ മുസ്തഖ്ബില് ശേഷമുള്ളത് മുസ്തഖ്ബിൽ ആയാലും ശരി അല്ലെങ്കിലും ശരി. അതായത് ഇത് പറയുമ്പം പറയുമ്പോൾ ഹത്തക്ക് ശേഷമുള്ളത് എന്താണ്, അത് ഇസ്തിഖ്ബാൽ ആയാലും ശരി അല്ലെങ്കിലും ശരി, അത് നിർബന്ധമല്ല. മറിച്ച് മുമ്പുള്ള സമനു തകല്ലുമ് പ്രശ്നമല്ല, മുമ്പുള്ള ഹത്തക്ക് ശേഷമുള്ളത് മുമ്പുള്ളതിലേക്ക് വെച്ച് നോക്കുമ്പോൾ ശേഷമുള്ളത് എന്താവണം, മുസ്തഖ്ബിലാവണം. അതാ നിബന്ധന. നോക്കിയ ഫൽ അവ്വലു, അപ്പോൾ ഒന്നാമത്തേന്ന് പറഞ്ഞാലേ സമനു തകല്ലുമ് നോക്കുമ്പോഴും ചിലപ്പോൾ എന്തുണ്ടാവും, ഇസ്തിഖ്ബാൽ ഉണ്ടാവും. അപ്പൊ രണ്ട് നിലക്കും മുസ്തഖ്ബിൽ, അതായത് പറയുമ്പോഴും ഹത്തക്ക് ശേഷമുള്ള മുസ്തഖ്ബിലാണ്, ആ സംഭവം വെച്ച് നോക്കുമ്പോഴും ഹത്തക്ക് ശേഷമുള്ള മുസ്തഖ്ബിലാണ്. അതാണ് ഫൽ അവ്വലു. അതിനുള്ള ഉദാഹരണം നഹ്വു ഖൗലിഹി തആല, അല്ലാഹുവിന്റെ ഖൗല് ലൻ നബ്റഹ അലൈഹി ആകിഫീന ഹത്താ യർജിഅ ഇലൈനാ മൂസ. ബനു ഇസ്രായേൽ പറഞ്ഞല്ലോ. ഇപ്പൊ ഈ പറയുന്ന ആരാ? ബനു ഇസ്രായേലുകാർ. അവർ ഈ പറയുമ്പോഴും ഹത്താക്ക് ശേഷമുള്ള എന്താ, മൂസാ നബി ഞങ്ങളിലേക്ക് മടങ്ങി വരിക എന്നുള്ളത് അത് വരാൻ കിടക്കുന്നേ ഉള്ളൂ. വലിയത് പറയുമ്പോഴും അവരിങ്ങനെ പശുക്കുട്ടി ആരാധിക്കാണല്ലോ. അപ്പോൾ ഞങ്ങൾ മൂസാ നബി പറയുന്നത് വരെ ഇതിൽ നമ്മൾ തുടരും എന്നാണ് അവർ പറയുന്നത്. ലൻ നബ്റഹ അലൈഹി ആകിഫീന ഹത്താ യർജിഅ ഇലൈനാ മൂസ. അപ്പോൾ അവർ പറയുമ്പോഴും മൂസാ നബിൻ്റെ വരവ് വരാൻ കിടക്കുന്നേ ഉള്ളൂ. അതുണ്ടാവണം. അപ്പോൾ സമനു തകല്ലുമ് നോക്കുമ്പോഴും ഇസ്തിഖ്ബാലാണ്, പക്ഷെ അത് നിർബന്ധമല്ല. നിർബന്ധം എന്താ, മുമ്പത്തെ പ്രവൃത്തി ഹത്തക്ക് മുമ്പുള്ള സംഭവം എന്താ, ലൻ നബ്റഹ അലൈഹി ആകിഫീന, അതായത് മൂസാ നബി മടങ്ങി വരുന്നത് വരെ ഞങ്ങൾ ഈ പശുക്കുട്ടിനെ ആരാധിക്കുന്ന ഈ പ്രവൃത്തിയിൽ ഞങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും. ആ പ്രവൃത്തി, അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താണ്, മൂസാ നബിൻ്റെ വരവ് ആ പ്രവൃത്തിയിലേക്ക് വെച്ച് നോക്കുമ്പോൾ വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഹത്തക്ക് ശേഷമുള്ളത് എന്താണ്, അത് വരാൻ കിടക്കുന്നത് അല്ല, ഇസ്തിഖ്ബാലാണ്. മൂസാ നബി മടങ്ങി വരുന്നത് വരെ ഞങ്ങൾ ഇങ്ങനെ തന്നെ അയക്കുന്നല്ലോ. അപ്പോൾ അത് ഇസ്തിഖ്ബാലാണ്. അപ്പോൾ അതേ അവിടെ നിർബന്ധമുള്ളൂ. മറ്റ് സമനു തകല്ലുമ് നോക്കേണ്ട ആവശ്യമില്ല. അതാണ് കാരണം ഫഇന്ന റുജൂഅ മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ മടക്കം മുസ്തഖ്ബിലും ബിന്നിസ്ബത്തിൽ അംറൈനി, രണ്ട് നിലക്ക് വെച്ച് നോക്കും, രണ്ട് കാര്യങ്ങളിലേക്ക് ചേർത്ത് നോക്കുമ്പോഴും ഇസ്തിഖ്ബാലാണ്. അതായത് ഹത്തൻ്റെ മുമ്പുള്ളതിലേക്ക് ഇലാമാ ഖബല ഹത്താന്നും, അതേപോലെ സമനു തകല്ലുമ് വെച്ച് നോക്കുമ്പോഴും മൂസാ നബിൻ്റെ മടക്കം എന്താണ്, അത് എന്താണ്, ഇസ്തിഖ്ബാല. അംറൈനി ജമിഅൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഹത്തക്ക് മുമ്പുള്ള ഞങ്ങൾ ഇതിലിങ്ങനെ ആരാധിച്ചു കൊണ്ടേയിരിക്കും മൂസാ നബി വരുന്നത് വരെ. അപ്പോൾ പക്ഷേ അതെന്താണ്, അത് സംബന്ധിച്ച് ഇസ്തിഖ്ബാലാണ്. അതേപോലെ സംസാരിക്കുമ്പോഴും അവർ പറയുമ്പോഴും മൂസാ നബിൻ്റെ മടക്കം വരാൻ കിടക്കുന്നുള്ളൂ. ഇനി വസ്സാനി രണ്ടാമത്തത്, അതായത് ഹത്തക്ക് മുമ്പുള്ളതിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഹത്തക്ക് ശേഷമുള്ള ഇസ്തിഖ്ബാൽ ഉണ്ടാവും. സമനു തകല്ലുമ് ഉണ്ട് നോക്കുമ്പോൾ ഉണ്ടാവില്ല. അതേപോലെ ഖൗലിഹി തആല വസുൽസിലു ഹത്താ യഖൂലർ റസൂൽ, എന്താ വസുൽസിലു, അവർ ഉറപ്പിക്കപ്പെട്ടു, ഹത്താ യഖൂലർ റസൂൽ, ആ ഹത്താ യഖൂലർ റസൂൽ, റസൂൽ പറയുന്നത് വരെ. ഇവിടെ നിങ്ങൾ നോക്കി ലി അന്ന ഖൗലർ റസൂൽ, കാരണം തീർച്ചയായും ഖൗലർ റസൂലി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖൗല, അള്ളാഹുവിൻ്റെ റസൂലാണത് പറഞ്ഞു കൊടുക്കുന്നത്. വസുൽസിലു ഹത്താ യഖൂലർ റസൂലു, അതുപോലെ അവരുടെ കൂടെയുള്ളവരും മത്താ നസ്റുള്ള പറയുന്നത് വരെ അവർ ഉറപ്പിക്കപ്പെട്ടു എന്നാ. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ സംഭവം കഴിഞ്ഞു. ഇനി അപ്പോൾ അള്ളാഹു റസൂൽ വസുൽസിലു ഹത്താ യഖൂലർ റസൂൽ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ സംഭവം മൊത്തം കഴിഞ്ഞു. ഇനി സമനു തകല്ലുമ് മാദിയാണ്. പക്ഷേ സുൽസിലു, ഹത്തക്ക് മുമ്പുള്ള സുൽസിലു എന്ന സംഭവത്തിലേക്ക് വെച്ച് നോക്കുമ്പോൾ ശേഷമുള്ളത് എന്താ, അത് ഇസ്തിഖ്ബാലാണ്. അതാണ് ശാരിഹ് പറയുന്നത് അന്ന ഖൗല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗല് വഇൻ കാന മാദിയം ബിന്നിസ്ബത്തി ഇലാ സമനിൽ ഇഖ്ബാരി, ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലാഹു റസൂൽ പറയുമ്പോൾ ഇഖ്ബാർ ചെയ്യുന്ന സമനിലേക്ക് വെച്ച് നോക്കുമ്പോൾ മാദിയാണെങ്കിലും കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇല്ലാ അന്നഹു മുസ്തഖ്ബിൽ ബിന്നിസ്ബത്തി ഇലാ സിൽസാലിഹിം, അവരെ ഉറപ്പിക്കപ്പെട്ടു എന്നതിലേക്ക് വെച്ച് നോക്കുമ്പോൾ ശേഷമുള്ള ഹത്തക്ക് ശേഷമുള്ളത് എന്താണ്, ഇസ്തിഖ്ബാലാണ്. അപ്പോൾ അത് മതി, അതേ അവിടെ നിബന്ധന ഉള്ളൂ. അല്ലാതെ സമനു തകല്ലുമ് നിർബന്ധമല്ല. അതായത് സമനു തകല്ലുമ് നിർബന്ധമല്ല എന്നാൽ സംസാരിക്കുന്ന സമയത്ത് ശേഷമുള്ളത് എന്തായിക്കൊള്ളണം, ഇസ്തിഖ്ബാൽ ആവണമെന്നില്ല. അപ്പോൾ ഇത് കഴിഞ്ഞോ തന്നെ. അതാണ് ശാരിഹ് പറയുന്നത് ഇവിടെ ഇസ്തിഖ്ബാൽ ആവണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വഖറജ ബി ഖൗലിഹി, മുസന്നിഫിൻ്റെ പറയൽ കൊണ്ട് പുറത്തു പോയി മുസ്തഖ്ബിൽ ആവണം എന്ന് പറഞ്ഞതുകൊണ്ട് കൗനുൽ മുദാരി എന്താവുക, ഹാലിൻ്റെ മാനാക്കാവുക, ഹാലാവുക. അപ്പോൾ ഫയുർഫ, അപ്പോൾ റഫ് ചെയ്യപ്പെടും. കൗലിക്ക സിർതു ഹത്ത അദ്ഖുലുഹാന, അതെപ്പോഴാ, ഇതാ കുൽത്ത നീ പറയുമ്പോൾ അൻത ഫി ഹാലി ദുഖൂലി, പ്രവേശിക്കുന്ന സമയത്താണ് പറയുന്നത്. ആ അവസ്ഥയിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പറയാൻ, ആ അവസ്ഥയിൽ പറയാൻ, ഞാൻ അതായത് പ്രവേശിക്കുന്നത് വരെ ഇങ്ങനെ
സഞ്ചരിക്കുകയായിരുന്നു. സിർത്തു ഹത്താ ദുഖുലഹ. അപ്പം അങ്ങനെ ഹാലു ദുഖൂലിൻ്റെ അവസ്ഥയിൽ അപ്പോൾ ദുഖുലു ഹാലിൻ്റെ മാനാണ്, ഇങ്ങനെ പ്രവേശിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പറയുന്നതെങ്കിൽ അപ്പോൾ റഫ് ചെയ്യും, നസ്ബിട്ടൂല. അല്ലെങ്കിൽ ഉറത്ത ഹിക്കായത്തൽ ഹാലി എന്ന് പറഞ്ഞാൽ ഹിക്കായത്തൽ ഹാലിൽ മാദിയാന്ന് വെച്ചെടുക്കണം. അതായത് കഴിഞ്ഞു പോയ സംഭവത്തെ, മാദി നടന്നൊരു സംഭവത്തെ ഇപ്പം നടക്കുന്നത് പോലെ അവതരിപ്പിക്കുക. അതാണ് ഹിക്കായത്തുൽ ഹാൽ. കഴിഞ്ഞു പോയതിനെ ഇപ്പം നടക്കുന്നത് പോലെ ഉദ്ദേശിക്കുക. അപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ചത് കൊണ്ടാണ് എന്ത് ഈ ഹത്ത യക്കൂല റസൂലു എന്നുള്ളിടത്തിൽ യക്കൂലു എന്നുള്ള ഖിറാഅത്തും വന്നിട്ടുണ്ട്. അതാണ് വലി ഹാദ, ഇക്കാരണത്താൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഹിക്കായത്തുൽ ഹാല് ഉദ്ദേശിച്ച കാരണത്താൽ എന്ന് വെക്കണം. ജാ റഫു ഫി ഹത്ത യക്കൂല റസൂൽ റഫും വന്നിട്ടുണ്ട്. കാരണം അന്ന സിൽസാല വൽ ഖൗല ഖദ് മദയ, രണ്ടും കഴിഞ്ഞതല്ലേ. രണ്ടും സിൽസാലും ആ പാർച്ചിലൊക്കെ കഴിഞ്ഞു പോയതാണ്. ഇപ്പം നടക്കുന്നത് പോലെ അവതരിപ്പിക്കുക. ഹിക്കായത്തുൽ ഹാലായി അവതരിപ്പിച്ചപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? വനസ്ബിട്ടുൽ അൽ ഹാലി, ഹിക്കായത്തുൽ ഹാലി. അപ്പോൾ റഫു ചെയ്തിപ്പം ഖിറാഅത്ത് വന്നിട്ടുണ്ട്. ഹത്ത യഖൂലു റസൂൽ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ഹത്ത അദ്ഖുലുഹ എന്ന് പറഞ്ഞിടത്തിൽ നമുക്ക് അവനെ നസ്ബാക്കിയിട്ടും വായിക്കുക. ഇപ്പോൾ ഇന്നലെ നടന്ന സംഭവത്തെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഞാൻ ഇന്നലെ ആ പള്ളിയിൽ അല്ലെ വീട്ടിൽ പ്രവേശിക്കുന്നത് വരെ നടക്കുകയായിരുന്നു എന്ന് പറയുകയാണ്. ഇന്നലെ നടന്ന കാര്യം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് രണ്ടാൾക്കും പറയാം. അപ്പോൾ ഹിക്കായത്തുൽ ഹാലായിട്ട് റഫ് കൊടുക്കുക. അതല്ല മാഖബിൽ സഞ്ചരിക്കലും പ്രവേശിക്കണം വെച്ച് നോക്കുമ്പോൾ എന്താണ് അത് ഇസ്തിഖ്ബാലാണ്. അപ്പോൾ നസ്ബും കൊടുക്കുക. അപ്പോൾ ജമനുത്തക്കല്ലുമും ആദ്യമായാലും നമുക്ക് എന്താ രണ്ടേൽക്കും സംഭവം. ജമനുത്തക്കല്ലുമ നോക്കുമ്പോൾ കഴിഞ്ഞു പോയതാണ്, നമുക്ക് രണ്ടേൽക്കും പറയും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ദഹബ്തു ബിൽ അംസി ഇലാ സെയ്ദിൻ ഹത്ത അഷ്കുറഹു. നിങ്ങൾ ഒരാളോട് പറയുക ഇന്നലെ ഞാൻ സെയ്ദിൻ്റെ അടുക്കലേക്ക് പോയി, ഹത്ത അഷ്കുറഹു, അവന് നന്ദി പറയുന്നത് വരെ അവൻ്റെ അടുക്കലേക്ക് ഞാൻ പോയി നന്ദി പറയാൻ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നന്ദി പറയാവുന്നത് വരെ ഞാൻ അവൻ്റെ അടുക്കലേക്ക് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് ഹിക്കായത്തുൽ ഹാൽ എന്ന നിലക്ക് നിങ്ങൾക്ക് എന്താക്കുക, ഹിക്കായത്തുൽ ഹാൽ എന്ന നിലക്ക് നിങ്ങൾക്ക് അത് റഫും കൊടുക്കുക. ഹത്ത അഷ്കുറു. അതല്ല നമുക്ക് എന്താണ് ശുക്ർ വെച്ച് നോക്കുമ്പോൾ, ശുക്ർ മുമ്പുള്ള പോയി എന്നത് പോയതിലേക്ക് വെച്ച് നോക്കുമ്പോൾ അത് ശുക്ർ പറയാന്നുള്ളത് എന്താണ് ഹത്തക്ക് ശേഷമുള്ളത് ഹത്തക്ക് ശേഷമുള്ളത് ദഹാബിൽക്ക് വെച്ച് നോക്കുമ്പോൾ ഇസ്തിഖ്ബാലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ നിലക്ക് നസ്ബും ചെയ്യാം. അപ്പോൾ അത് രണ്ട് നിലക്കും പരിഗണിക്കുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏതായാലും ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ജമനുത്തക്കല്ലുമും രണ്ട് നിലക്കും നോക്കുമ്പോഴാണ് നസ്ബ് നിർബന്ധമായി വരിക. രണ്ട് നിലക്കും നോക്കുമ്പോൾ അഥവാ ജമനുത്തക്കലും സംസാരിക്കുന്ന കാലവും ഹത്തക്ക് മുമ്പുള്ളേക്ക് വെച്ച് നോക്കുമ്പോഴൊക്കെ ശേഷമുള്ള ഇസ്തിഖ്ബാലാണ് നസ്ബ് നിർബന്ധമാവും. നേരെ മറിച്ച് നമ്മൾ പറഞ്ഞില്ലേ ഹത്തൻ്റെ മുമ്പുള്ള സംഭവത്തിലേക്ക് വെച്ച് നോക്കുമ്പോൾ ശേഷമുള്ളത് മുസ്തഖ്ബിലാണെങ്കിൽ, എന്നാൽ ജമനുത്തക്കല്ലുമ് വെച്ച് നോക്കുമ്പോൾ ഒക്കെ കഴിഞ്ഞതാണെങ്കിൽ ഈ പറഞ്ഞ രണ്ട് രീതിയിൽ നമുക്ക് തഖ്ദീർ ഇറാബ് പറയാം. അതായത് കഴിഞ്ഞു പോയതാണ് ഹിക്കായത്തുൽ ഹാൽ എന്ന് കരുതിയിട്ട് നമുക്ക് ഹത്തക്ക് ശേഷം റഫ് കൊടുക്കാം. അതല്ല നമ്മൾ ഹത്തൻ്റെ മുമ്പുള്ളതിലേക്ക് വെച്ച് നോക്കുമ്പോൾ ശേഷമുള്ളത് ഇസ്തിഖ്ബാലാണ് പരിഗണിച്ച് നസ്മു കൊടുക്കുക. അത് രണ്ടും പറ്റുന്ന പരിപാടിയാണ്. ചുരുക്കി പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഈ ഹത്തയുടെ റഫ് ചെയ്യുമ്പോൾ പിന്നെ ഹത്ത ഇബ്തിദായിയായ ഹത്ത എന്ന് പറയാം. എന്താണ് ഇബ്തിദായിയായ ഹത്ത എന്ന് പറഞ്ഞാൽ ജുംലൻ്റെ മേലേക്ക് പ്രവേശിക്കുക. അപ്പോൾ ഹത്തക്ക് ശേഷമുള്ള ആ ജുംലൻ്റെ മദ്മൂൻ ഉള്ളടക്കം ഹത്തക്ക് മുമ്പുള്ളതിൻ്റെ ഒരു ആയത്തായിരിക്കും. ഇന്നത് വരെ അതിൻ്റെ മുമ്പുള്ളതിൻ്റെ ഒരു ആയത്തായിട്ടാണ് പറയുക. ഹത്തൻ്റെ ശേഷമുള്ള ജുംലൻ്റെ മദ്മൂൻ ഉള്ളടക്കം മുമ്പുള്ളതിനൊരു ആയത്താക്കി പറയും. അത്ര വ്യത്യാസമുള്ളൂ. മേനൊക്കെ അതിനനുസരിച്ച് നമ്മൾ വരെയെന്നും അങ്ങനെ അതിനനുസരിച്ച് പറയും. അപ്പോൾ അതാണ് അതിൻ്റെ ഹുലാസ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അത്ര മനസ്സിലാക്കിയാൽ മതി. ഹത്തക്ക് മുമ്പുള്ളതിലേക്ക് വെച്ചോ രണ്ട് നിലക്കും ആകുമ്പോൾ നസ്ബ്. അതല്ല നമുക്ക് ജമനുത്തക്കല്ല് നോക്കുമ്പോൾ കഴിഞ്ഞതാണെങ്കിൽ രണ്ട് നിലക്കും പറ്റുമോ നമുക്ക് മനസ്സിലായി. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും.